നമ്മുടെ നാട് തൃശ്ശൂര്, തുടക്കി മോനെ കണ്ണീര്, വാ മോനെ അരിമ്പൂര്. അപ്പം കുഞ്ഞുനാൾ തൊട്ട് ഡാൻസിനോട് ഒരു മോഹം ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ലൈഫ് ഹിസ്റ്ററി ഒക്കെ പറയുന്ന ഒരു ഇന്റർവ്യൂവിന് താഴെ ഇത് കള്ളപ്പാതിരിയാണ് പറയുന്നത്, നുണയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ എഴുതി വിടുകയാണ്. നഴ്സിംഗ് പഠനത്തിന് ശേഷം ആണോ വൈദികനാവാനുള്ള ആഗ്രഹം വന്നത്? പക്ഷെ ഞാൻ അതന്നെ മാച്ചു കളയും. അയ്യോ വേണ്ട വേണ്ട, നീ അച്ഛനൊന്നും ആവണ്ടെന്ന് പറഞ്ഞ് ഞാൻ തന്നെ ആ ചിന്തയൊക്കെ മാച്ചു കളയും. അപ്പം കൊച്ചു തെരേസയുടെ ആ ബുക്ക് വായിച്ചോടെയാണ് ആ ഒരു സ്പാർക്ക് വന്നത്. അതെ, അതല്ല സീരിയസ് ആയിട്ടൊന്നും ഒരിക്കലും അച്ഛനാവണമെന്ന് ചിന്തിച്ചിട്ടില്ല. ഞാനൊരു ചെറിയൊരു ഫാൻറ്റസിക്ക് ഒരു തോട്ട് വന്നിട്ടുള്ളതല്ലാതെ. അപ്പം നഴ്സിംഗ് കഴിഞ്ഞ് വലിയൊരു കരിയർ ആയിരുന്നു മുന്നിൽ കിടക്കുന്നത്. അപ്പോഴാണ് അച്ഛനാവണം എന്നുള്ളൊരു കാര്യം വീട്ടിൽ അവതരിപ്പിക്കുന്നത്. അപ്പം തീർച്ചയായും നല്ലൊരു എതിർപ്പ് ഉണ്ടായിട്ടുണ്ടാവും. അമ്മയൊക്കെ ഭയങ്കരമായിട്ട് കരഞ്ഞ് തളർന്നു. അപ്പച്ചനാകെ മനസ്സ് കലങ്ങി. ചേച്ചിക്കാണെങ്കിൽ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനായി, ഭയങ്കര ദേഷ്യമായി ചേച്ചിക്ക്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫോൺ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞു. പിന്നെ അമ്മ ഏതോ ഒരു സ്വപ്നം കണ്ട് പിന്നെ അപ്പച്ചനോട് പറയാണ്, പുലർച്ചെ 2 മണിക്കാണ് വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട്, ഇനി അവനെ വിട്ടോ പൊക്കോട്ടെ എന്ന് പറയാണ്. ഇപ്പോൾ ഓർക്കുമ്പോഴാണ് ഓ എന്ത് ക്രൂരനായിരുന്നു ഞാൻ എന്ന് ചിന്തിക്കുന്നത്. ആ സമയത്ത് ഇവരുടെ ഈ ഒരു കരച്ചിലും മുറപടി ഒന്നും ശ്രദ്ധിക്കാതെ ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി പോരുമ്പോൾ നീ എന്ത് കല്ലായിരുന്നു ഹൃദയം എൻ്റെ എന്നൊക്കെ ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. പാറി പറക്കുന്ന മനസ്സ്, അവിടുന്ന് കേൾക്കുന്ന വചസ് നൽകും എനിക്ക് വിശ്വസ്. ഇത്തരം പിക്കപ്പ് ലൈൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പം മൊത്തം പിക്കപ്പ് ലൈൻസിൻ്റെ ട്രെൻഡാണല്ലേ. ഇങ്ങനൊരു പിക്കപ്പ് ലൈൻസ് പറയുന്ന അച്ഛന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുമാത്രമല്ല, തൃശ്ശൂർ ഉപതയുടെ ആടും പാതിരി എന്നറിയപ്പെടുന്ന ഒരു നവവൈദികനെയും കൂടിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫാദർ അജിത് ചിറ്റിലപ്പള്ളി. ഈശും ശേഖരിക്കട്ടെ. അച്ഛൻ എങ്ങനെയാണ് ഇങ്ങനെ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഈ പിക്കപ്പ് ലൈൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഇത്ര സമയം കണ്ടെത്തുന്നത് ഇങ്ങനെ പിക്കപ്പ് ലൈൻസ് ഒക്കെ ഉണ്ടാക്കാൻ? സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിട്ടുള്ള ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് രീതിയാണ് ഈ പിക്കപ്പ് ലൈൻ. അതിപ്പോൾ പതുക്കെ ഫെയ്ഡായി തുടങ്ങി, ട്രെൻഡിങ് ഒക്കെ പോയി തുടങ്ങി. എങ്കിലും ആ സമയത്ത് അങ്ങനെ ഒരു ട്രെൻഡ് കണ്ടപ്പോൾ എനിക്കതൊരു പെട്ടെന്ന് ഉദിച്ച ഒരു ആശയമാണ് മനസ്സിൽ. മാർച്ച് 19 ഒരു ഊട്ടിൻ്റെ തിരുനാളിന് ഒരു പിക്കപ്പ് ലൈൻ ഇൻട്രോ, ഒരു പ്രൊമോ കൊടുത്താലോ എന്ന് ഒരു ചിന്ത വന്നു. അപ്പോൾ അത് നേരത്തെ സ്ക്രിപ്റ്റഡ് ഒന്നും ആയിരുന്നില്ല. തലേദിവസം രാത്രി ഇരുന്ന് ഞാൻ ചിന്തിക്കുകയാണ്, നാളെ ഒരു സംഗതി ചെയ്യണം. 2-3 ദിവസം കൂടി ഉള്ളൂ ഇനി തിരുനാളിന്. അപ്പോൾ അതിന് മുമ്പ് പെട്ടെന്ന് തന്നെ 0 ബഡ്ജറ്റിൽ എന്തെങ്കിലും ചെയ്യണം. നമ്മൾ പൈസ ഒന്നും മുടക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പിന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ, കുട്ടികളെ വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഞാനിങ്ങനെ ഒരു ഷോർട്സ് കണ്ടത്. അപ്പോൾ അതിൽ ഇങ്ങനെ പിക്കപ്പ് ലൈൻ ഇങ്ങനെ പോകണു. അപ്പോൾ അങ്ങനെ പിക്കപ്പ് ലൈൻസ് വെച്ചിട്ടുള്ള 2-3 ഷോർട്സ് കണ്ടപ്പോൾ എനിക്കത് കൗതുകമായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ ഔസേപ്പിതാവിനെയും ഈ ഇടവകയും ഈ തിരുനാളിനെയും ബന്ധപ്പെടുത്തി ഒരു പിക്കപ്പ് ലൈൻ ചെയ്താലോ എന്ന് ചിന്തിച്ച് അത് രാത്രി ഇരുന്ന് ഒരു കുറച്ച് പിക്കപ്പ് ലൈൻസ് എഴുതി. അതിനുശേഷം പിറ്റേ ദിവസം കാലത്ത് കുർബാന കഴിഞ്ഞ വശം നമ്മുടെ ആൾത്താരബാലന്മാരൊക്കെ വിളിച്ചിട്ട് എടാ വന്നിരുന്നേ, 1-2 കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറയിപ്പിച്ചു. അന്നാണ് ഈ പരീക്ഷയാണ്, എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവരുടെ സീക്വൻസ് എടുത്തിട്ട് അവരെ വിട്ടു. പിന്നെ ബാക്കിയുള്ള പോർഷൻ എൻ്റെ സെപ്പറേറ്റ് കാണുന്ന ഭാഗമൊക്കെ അതിൽ പിന്നീട് എടുത്തിട്ടുള്ളതാണ്. ഒന്ന് ഉച്ചയ്ക്കായിട്ട് എടുത്തിട്ടുള്ളതാണ്. അവരുടെ കൂടെ നമുക്ക് സമയമില്ലാത്ത കാരണം എടുത്തതാണ്, സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാണ്. അപ്പോൾ അന്ന് ഞാൻ എടുക്കുമ്പോൾ ഇത്രയും വൈറലാവുമെന്നൊന്നും വിചാരിച്ചില്ല. വല്ലാണ്ടത് അങ്ങോട്ട് വൈറലായി പോയി. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഊട്ടിയിലേക്ക് ടൂർ പോയപ്പോൾ അവിടുത്തെ ഒരു അച്ഛൻ എന്നോട് ചോദിക്കണേ, അരിമ്പൂരെന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഓ പാമോനെ അരിമ്പൂരേ, അങ്ങനെ പിക്കപ്പ് ലൈൻ അച്ഛനാണല്ലേ അങ്ങനെയൊക്കെ ചോദിച്ച് കുറച്ചങ്ങോട്ട് വൈറലായി പോയി. അത് എന്തോ ഒരു അന്നത്തെ ഒരു പ്രചോദനം, ഒരു ഉൾവിളി കിട്ടി, അതങ്ങോട്ട് ക്ലിക്കായി. അങ്ങനെ അപ്പൊ ആ അരിമ്പൂരിനെ പറ്റി ഉണ്ടാക്കിയ ഒരു പിക്കപ്പ് ലൈനാണ് വൈറലായത്. അതൊന്ന് പറയാവോ? അതതിൻ്റെ ലാസ്റ്റ് സെഗ്മെന്റിൽ വരുന്ന ഒരു പിക്കപ്പ് ലൈനാണ്. നമ്മുടെ നാട് തൃശ്ശൂര്, തുടക്കി മോനെ കണ്ണീര്, വാ മോനെ അരിമ്പൂര്. അടിപൊളി. അപ്പം പിക്കപ്പ് ലൈൻസ് മാത്രമല്ല, ഇപ്പൊ ഇവിടെ ഇടവക വൈദികനായപ്പം ഇവിടുത്തെ പിള്ളേരെ ഡാൻസും പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ കേട്ടു. അപ്പം എങ്ങനെയാ ക്ലാസിക്കൽ ഡാൻസ്, വെസ്റ്റേൺ എല്ലാം പഠിപ്പിക്കോ? എല്ലാം പഠിപ്പിക്കില്ല, അങ്ങനെ ഒരു സർവകലാവല്ലഭനല്ല. ബേസിക്കലി ഒരു സെമി ക്ലാസിക്കൽ, ഫോക്ക് ഇങ്ങനത്തെ ഡാൻസുകളൊക്കെയാണ്, ഗ്രൂപ്പ് അതൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചത്. അതിവിടെ നമ്മുടെ തൃശ്ശൂർ അതിരൂപതോത്സവമുണ്ട്. അപ്പോൾ അതിനാദ്യം ഫൊറോനകൾ തമ്മിലുള്ള മത്സരങ്ങളുണ്ട്. അതിന് ഫസ്റ്റ് കിട്ടിയാലാണ് അതിരൂപത തലത്തിൽ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ലൂർദ് കത്തീഡ്രലിലായിരുന്നപ്പോൾ അവിടെ കുട്ടികളെ ഫോക്ക് ഡാൻസ് പഠിപ്പിച്ചിരുന്നു. 3 പേരെ പഠിപ്പിച്ചിരുന്നു. ഗ്രൂപ്പ് ഡാൻസുകൾ പഠിപ്പിച്ചു, കറക്ഷനൊക്കെ കൊടുത്തു, സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് അവിടെ നിന്നാണ് ഇപ്പോൾ അതൊക്കെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇവിടെ ഞാൻ ഈ വർഷം യൂത്ത് ഇയറിൻ്റെയും കൂടി പ്രോഗ്രാം ഉണ്ടായിരുന്നു, കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു, പിന്നെ ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 5 ഗ്രൂപ്പ് ഡാൻസും 4 ഫോക്ക് ഡാൻസും പിള്ളേരെ പഠിപ്പിച്ചു. അപ്പോൾ അത് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് ആണ്. അതല്ലാതെ ഒരു റെഗുലർ ബേസിസിലുള്ള ക്ലാസ് നമ്മൾ എടുക്കണില്ല. അത് എളുപ്പമല്ല. നമ്മുടെ അജപാലന ശുശ്രൂഷയും
ഒരു റെഗുലർ ബേസിസിലുള്ള ഡാൻസ് ക്ലാസ് എളുപ്പമല്ല. അപ്പോൾ ഇവിടുത്തെ കുട്ടികളൊന്ന് ട്രെയിൻ ചെയ്തെടുത്ത് ഭംഗിയായി കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ചില ഇൻപുട്സൊക്കെ കൊടുത്തപ്പോൾ അവർ ക്രിയേറ്റീവായിട്ടൊക്കെ വന്നു. ചിലക്ക് ബേസ് ഇല്ലാത്ത കുട്ടികളുണ്ട് ഡാൻസിൻ്റെ, അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും പതുക്കെ 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 നമ്മളിങ്ങനെ ഉണ്ണികളെ പഠിപ്പിക്കില്ലേ തറ പറന്ന്, അതുപോലെ ചെറിയ ഉണ്ണികളെ വരെ പഠിപ്പിച്ചു. അതായത് UKG LKG സെക്ഷൻ്റെ ഒരു ഗ്രൂപ്പ് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കുറച്ച് പാടാണ് നമ്മൾ പഠിപ്പിക്കാൻ, എങ്കിലും അവർ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു. അപ്പോൾ അവർക്കൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടി, വളരെ സന്തോഷമായി. ഞങ്ങളുടെ ഫൊറോനയിൽ തന്നെ നമ്മുടെ അരിമ്പൂര് പള്ളിക്ക് ഓവറോൾ കിരീടമൊക്കെ കിട്ടി, കലാകിരീടമൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുകയാണ്. പിന്നെ കുട്ടികളൊക്കെ നന്നായി സഹകരിച്ചു. പാരൻസ് അതുപോലെ തന്നെ ഡാൻസ് പഠിപ്പിക്കാൻ കൃത്യമായിട്ട് കുട്ടികളെ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുവന്നു. അവരെ ഓരോ സെക്ഷൻ കഴിഞ്ഞ് അടുത്ത സെക്ഷൻ അങ്ങനെ പഠിപ്പിച്ചിട്ടാണ് 3 മണി തൊട്ട് 4 മണി വരെ LKG UKG സെക്ഷൻ അങ്ങനെ ഓരോ ടൈം സ്ലോട്ട് കൊടുത്തേക്കുന്നത്. കൃത്യമായിട്ട് വന്നു, പഠിപ്പിച്ചു. ഫോക്ക് ഡാൻസ് ആയാലും പഠിപ്പിച്ചു. ഒക്കെ അതിരൂപ തലത്തിൽ വരെ നമുക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൽ. അപ്പം പള്ളിയിലെ പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കാൻ വേറെ ആൾക്കാരുടെ ആവശ്യമില്ല. അങ്ങനെ പള്ളിയിലത്തെ പ്രോഗ്രാംസിന് നമ്മൾ ആവശ്യമില്ല, ചെയ്തോളൂ. ഞാൻ ചെയ്യാൻ റെഡിയാണ്, ഇനിയും റെഡിയാണ്. അപ്പം എന്തായാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും അച്ഛനൊരു വൈദികനാണല്ലേ. അതെ, അപ്പം അതിൻ്റെതായ വിമർശനങ്ങളൊക്കെ നേരിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ ഡാൻസിനായാലും വൈറലാവുമ്പോഴേ ശരിയാണ്, മോശമായിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ അതുണ്ടാവും. പല ചാനലുകളിൽ എൻ്റെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ഇൻ്റർവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നോക്കുമ്പോഴേ ഏതൊരു പരിപാടിക്കും നെഗറ്റീവ് റിവ്യൂ ഇല്ലാത്ത ഒരു സംഗതി കാണാനില്ല. എൻ്റെ ഇതിനൊക്കെ എൻ്റെ ലൈഫ് ഹിസ്റ്ററി ഒക്കെ പറയുന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ താഴെ ഇത് കള്ളപ്പാതിരിയാണ്, പറയുന്നത് നുണയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ എഴുതി വിടുകയാണ്. ഞാൻ പാതിരിയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ്, അച്ഛനൊന്നും അല്ലേ ഇവൻ കള്ളനാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള കമൻസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, അപ്ഡേറ്റഡ് ആവാത്ത ഒരു നാരോ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. അതിപ്പോൾ ഇതിലായാലും ഉണ്ടായിരിക്കും. അവർ താഴെ കമൻറ്റ് ചെയ്യും, ഈ ഡാൻസ് കളിക്കുന്ന സമയം വചനം പ്രഘോഷിച്ചാൽ പോരെ, അതല്ലെങ്കിൽ പോയിരുന്ന് പ്രാർത്ഥിക്കച്ചോ, ഇങ്ങനെയല്ല വേണ്ടത് എന്നൊക്കെ പറയും. പക്ഷേ ഒരു സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൻ്റെ സ്പിരിറ്റൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം നമ്മൾ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടേത്. ഹോളി കാത്തലിക് ചർച്ച് എപ്പോഴും കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. എനിക്കിപ്പോൾ ഇവിടുന്ന് തൃശ്ശൂർ അതിരൂപതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓർഡൈൻ ചെയ്യപ്പെട്ടത്. ഇവിടുത്തെ പിതാക്കന്മാർ അഭിമന്യ ആൻഡ്രൂസ് താഴത്തെ പിതാവും ടോണി പിതാവും ഒക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് തന്നെ. ഞാൻ ആദ്യത്തെ ഒരു ഡാൻസ് പെർഫോമൻസ് സ്റ്റേജിൽ ചെയ്യുന്നതിന് മുമ്പ്, അച്ഛനായതിനു ശേഷം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്നെ സമീപിച്ചവരോട് പറഞ്ഞത്, പിതാവിനോട് ചോദിക്കുക എങ്കിൽ മാത്രമേ ഞാൻ സ്റ്റേജിലേക്ക് കയറുള്ളൂ. പിതാവ് പറഞ്ഞു അത് കുഴപ്പമില്ല, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ തീമുമാണ്, അപ്പോൾ അതൊരു സുവിശേഷവൽക്കരണത്തിൻ്റെ ഒരു ഉപാധി കൂടിയാണ്. അപ്പോൾ പിതാവ് അങ്ങനെ ഓക്കെ പറഞ്ഞ്, പിതാവിനും താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഡാൻസ് കളിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ക്രിസ്ത്യൻ തീമുകൾ, ക്രിസ്ത്യൻ ഫോക്കുകൾ, ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ബോർണത്താലെ, അതൊക്കെ സുവിശേഷവൽക്കരണത്തിൻ്റെ മാർഗമായിട്ട് ഞാൻ അതിനെ സ്വീകരിക്കണം. അപ്പോൾ ആ വിമർശനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അതിന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛാ, അപ്പോൾ ഇങ്ങനെ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് വിഷമാവില്ലേ? ചെറിയ രീതിയിലുള്ള വിഷമം എന്തായാലും ഉണ്ട്. ആദ്യത്തെ കമൻറ്റുകളൊക്കെ, അതായത് ആദ്യത്തെ പ്രാവശ്യം നെഗറ്റീവ് കമൻറ്റ്സ് കിട്ടിയപ്പോൾ എനിക്ക് വിഷമം തോന്നി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിവ്യൂ വരുന്നത്? പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് പോസിറ്റീവ് കമൻസ് ആണ്, പിന്നെ 1-2 നെഗറ്റീവ് കമൻസ്. അത് ചിലപ്പോൾ ക്രിസ്ത്യൻസ് തന്നെ ആവണം എന്നില്ല, നമുക്ക് അറിഞ്ഞുകൂടാ. എന്തിനേയും നെഗറ്റീവ് പറയുമെന്ന് പറയുമ്പോൾ നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ല. അവർ മാനസാന്തരപ്പെടാനുള്ളവരല്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കമൻസുകളാണ്, നെഗറ്റീവ് കമൻസാണ് പറയുന്നത്. ഡാൻസ് എന്ന കലയെ തന്നെ വിമർശിച്ചുകൊണ്ട് പറയുന്നവരുണ്ട്. അത് തന്നെ ഒരു സാത്താൻ്റെ പ്രവൃത്തിയാണ് എന്ന് പറയുന്ന വ്യക്തികൾ കൂടി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അവരെയൊക്കെ നമ്മൾ എന്ത് പറഞ്ഞ് നമ്മൾ സത്യം ബോധിപ്പിക്കുന്ന അറിഞ്ഞുകൂടാ. എനിവേ ആദ്യത്തെ ഒരു 1-2 വീഡിയോസിനൊക്കെ വന്നപ്പോൾ അങ്ങനെ ചെറിയ വിഷമമൊക്കെ തോന്നിയിരുന്നു. പിന്നെ അത് ഞാൻ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആക്കി എടുത്തു. അതല്ലാതെ നമുക്ക് നിവൃത്തിയില്ല. പക്ഷേ ഒരുപാട് പ്രോത്സാഹനങ്ങൾ തന്നെയാണ് കൂടുതലും വരുന്നത്. ഒരു 99% അല്ലെങ്കിൽ 98% പോസിറ്റീവ് കമൻസും 2% അത്
മൈൻഡ് ജസ്റ്റ് ലീവ് ഇറ്റ്. ഡസന്റ് മൈൻഡ്. അപ്പം കുഞ്ഞുനാൾ തൊട്ട് ഡാൻസിനോട് ഒരു മോഹം ഒക്കെ ഉണ്ടായിരുന്നോ? ചെറുപ്പം തൊട്ട് ഡാൻസിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞത് LKG പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് എൻ്റെ അമ്മ ഒരു ആക്ഷൻ സോങ് പഠിപ്പിച്ച് ഞാൻ അവിടെ കളിച്ചു. അത് LKG ഫസ്റ്റ് കിട്ടി. പിന്നെ UKG 1, 2 ക്ലാസ് നമ്മൾ ചെറിയ കുട്ടികളാണ്. അപ്പം അമ്മ ഇതുപോലെ ആക്ഷൻ സോങ്ങുകൾ, കുഞ്ഞ് ഡാൻസുകൾ, നമ്മുടെ അമ്മമാർക്കൊക്കെ അറിയാവുന്ന പോലെയുള്ള കുഞ്ഞ് പാട്ടുകളൊക്കെ വെച്ച് കുഞ്ഞ് ഡാൻസുകളൊക്കെ പഠിപ്പിച്ച് എന്നെ സ്റ്റേജിൽ കയറ്റുമായിരുന്നു. അപ്പോൾ അന്നത്തെ ആ ചെറുപ്പത്തിലത്തെ 1-2 ക്ലാസ്സുകളിലൊക്കെ നമുക്ക് സമ്മാനങ്ങൾ കിട്ടിയിരുന്നു. അപ്പം അന്ന് അതൊരു ക്ലാസിക്കൽ രൂപമോ ഫോക്കൊന്നും ആയിട്ടില്ല. ആക്ഷൻ സോങ്, സിംഗിൾ ഡാൻസ്, അങ്ങനത്തെ കാറ്റഗറി കോമ്പറ്റീഷൻസ് ആയിരുന്നു. പിന്നീട് നമ്മളൊരു 4ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു ഡാൻസ് വന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 5, 6 ഒന്നും അങ്ങനെ പഠിക്കാൻ പോയിട്ടില്ല. 7ാം ക്ലാസ്സിലൊരു സാർ എന്നെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്, ജനാർദ്ദൻ എന്ന പേരിൽ മാഷിനെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ സബ് ഡിസ്ട്രിക്റ്റ് അങ്ങനെ ലെവൽ കോമ്പറ്റീഷന് വേണ്ടി പോകാനായിട്ട് പഠിച്ചതാണ്. അത് സമ്മാനം കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ 8ാം ക്ലാസ്സിൽ ഒന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച്. 9 തൊട്ടാണ് പിന്നീട് അങ്ങോട്ട് ഡാൻസിൻ്റെ ഒരു കരിയർ പോലെ ഇങ്ങനെ തുടങ്ങണത്. 9 തൊട്ട് സുബ്രഹ്മണ്യം എന്ന പേരുള്ള മാഷ് പഠിപ്പിക്കാൻ തുടങ്ങി. കോമ്പറ്റീഷന് വേണ്ടിയിട്ട് തന്നെ ഫോക്ക് ഡാൻസാണ് പഠിച്ചത് ആ സമയത്ത്. അപ്പോൾ 9, 10, +1, +2 ഈ 4 വർഷവും മാഷ് എന്നെ പഠിപ്പിച്ചു. ഫോക്കാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡായിട്ട് ശരിക്ക് ഭരതനാട്യം മെയിൻ എടുത്ത് ഈ സൈഡായിട്ടാണ് ഫോക്ക് പഠിക്കാറ്. പക്ഷെ ഞാൻ ഫോക്കിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിനുശേഷം സൈഡായിട്ട് ഭരതനാട്യത്തിൻ്റെ അടവുകളും കാര്യങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെയാണ് ഉണ്ടായത്. അതിനിയും പൂർത്തിയാക്കാനുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ നഴ്സിംഗ് പഠനത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അമല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ, ഇവിടെ അമല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് ഞാൻ നഴ്സിംഗ് പഠിച്ചത്. ആ കാലഘട്ടത്തിലും കുട്ടൻ മാഷ് എന്ന് പറഞ്ഞ മാഷുടെ ഇപ്പോഴും ഒരുപാട് കുട്ടികളൊക്കെ സ്റ്റേറ്റ് ലെവലിൽ സമ്മാനം മേടിക്കുന്ന കുട്ടികളൊക്കെയാണ്. അപ്പോൾ ആ മാഷ് അവിടെ പോയപ്പോൾ നഴ്സിംഗ് ലെവൽ കോമ്പറ്റീഷൻസിന് വേണ്ടിയിട്ട്, അത് സോണൽ ലെവല്, പിന്നെ സ്റ്റേറ്റ് ലെവല്, സബ് സോണൽ, സ്റ്റേറ്റ് ലെവൽ, അങ്ങനെ കോമ്പറ്റീഷൻസ് ഒക്കെ വരും. അപ്പോൾ അതിന് വേണ്ടി സ്റ്റുഡൻറ്റ് നഴ്സസ് അസോസിയേഷൻ്റെ കോമ്പറ്റീഷനാണ്. അപ്പോൾ ആ കോമ്പറ്റീഷൻസിന് വേണ്ടിയിട്ട് മാഷിനെ ഫോക്ക് പഠിപ്പിച്ച് സ്റ്റേറ്റ് ലെവലിലൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരു കലാജീവിതം. അപ്പോൾ ഒരുപാട് വേദികൾ കിട്ടിയിട്ടുണ്ട്. വേദികൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഫോക്കും സെമി ക്ലാസിക്കലും ഒക്കെ ആയിട്ട് പലതും ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം നഴ്സിംഗ് പഠനത്തിന് ശേഷം ആണോ വൈദികനാവാനുള്ള ആഗ്രഹം വന്നത്? സാധാരണ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞാലാണ് പോവുക സെമിനാരിലേക്ക്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അങ്ങനെ ദൈവത്തിൽ തെളിഞ്ഞ് കിട്ടിയിട്ടൊന്നുമില്ല. +2 കഴിഞ്ഞപ്പോഴും അങ്ങനെ ഇല്ല. നേഴ്സിംഗ് കഴിഞ്ഞു. ഞാൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സാണ് പഠിച്ചത്. 3.5 വർഷമായിരുന്നു. അപ്പോൾ ആ 3.5 ഇയർ കോഴ്സിന് ശേഷം പിന്നീട് ഒരു 1.5 വർഷത്തോളം ഞാൻ അമല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കാത്ത് ലാബ് യൂണിറ്റിൽ വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ദൈവവിളി തിരിച്ചറിയുന്നതും അതിനുശേഷം ജോലി റിസൈൻ ചെയ്ത് 2011 സെമിനാരിലേക്ക് പോകുന്നത്. അതെങ്ങനെയാ സ്പാർക്ക് ഉണ്ടായ ഒരു സ്റ്റോറി? എന്തായാലും സ്റ്റോറി തീർച്ചയായിട്ടും ഉണ്ട്. സ്റ്റോറി നമ്മളൊരു പുസ്തകം വായിച്ചിട്ടാണ് മെയിനായിട്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് കൊച്ചി ത്രേസ്യയുടെ ആത്മകഥ നവമാലിക എന്നാണ്, മലയാളം വേർഷനാണ് വായിച്ചത്. ആ പുസ്തകം വായിച്ച് പതുക്കെ വളരെ സ്ലോ റീഡിങ് ആയിരുന്നു. ഞാൻ ഒരു ഒറേഷ്യസ് റീഡറൊന്നുമല്ല, ഇരുന്ന് പുസ്തകപ്പുഴൊന്നുമല്ല. അപ്പോൾ അങ്ങനെ വായിച്ച് പതുക്കെ തുടങ്ങി. ഞാൻ 1-2 പേജ് വായിക്കും, പിന്നെ അടച്ചു വയ്ക്കും. ദഹിക്കുന്നുണ്ട് ഒന്ന്, കാരണം അത് നമ്മുടെ ഒരു ജാനറല്ല അത്. അത് വായിക്കുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ട്രാക്കിലേക്ക് ഞാൻ അങ്ങോട്ട് വീണു. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഒരു 1-2 പേജ് വായിച്ചു കഴിഞ്ഞാലും പിന്നെ അടച്ചു വെച്ച് 2 ദിവസം കഴിഞ്ഞിട്ടാവും അടുത്ത 2 പേജ് വായിക്കുക. സ്ലോ റീഡിങ് ആയിരുന്നു. അങ്ങനെ പതുക്കെ ഒരു മെൻ്റൽ ട്രാൻസ്ഫോർമേഷൻ നടന്നു. അങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യണത്. ഒരു 5-6 മാസത്തെ സമയത്തിന് ശേഷമാണ് ഡിസിഷൻ ഞാൻ എടുക്കുന്നത് സെമിനാരിൽ പോകാന്നുള്ളത്. ഒക്ടോബറിൽ വായന തുടങ്ങി പുസ്തകം. പിന്നെ പിന്നീട് മാർച്ച് 13-നാണ് ഞാൻ വീട്ടിൽ അവതരിപ്പിക്കുന്നത് ഞാനിങ്ങനെ പോവുകയാണെന്നുള്ളത്. ആ സമയത്ത് പുറത്ത് പോകാനൊക്കെ ആയിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ വീട്ടിലും ഒരു ഷോക്കായിരുന്നു അത്. എങ്കിലും അവസാനം അവർ ആക്സെപ്റ്റ് ചെയ്തു. ഈവൻ വെറുതെ തള്ളില്ല, സത്യം തന്നെയാണ് പറയണത് എന്ന് മനസ്സിലായവർ. പിന്നെ ഒടുവിൽ വീട്ടുകാരും സമ്മതിച്ചു. അങ്ങനെയാണ്. അപ്പം അതിന് മുന്നേ അച്ഛനാവണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല? അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓൾട്ടർ ബോയ് ആയിട്ട് നിന്നിരുന്നു. ഞാനൊരു 11 ഇയേഴ്സ് ഓൾട്ടർ ബോയ് ആയിരുന്നു. 11 വർഷം. അതായത് 10 കഴിഞ്ഞു +2ൻ്റെ സമയത്ത് നഴ്സിങ്ങിന് പോയാലും ഞാൻ സൺഡേയിൽ വീട്ടിൽ വന്നിട്ട് ഓൾട്ടർ ബോയ് ആയിട്ട് കയറുമായിരുന്നു. പിന്നെ എന്നെ കാണുമ്പോൾ വലിയ പ്രായമൊന്നും തോന്നിക്കാത്തത് കൊണ്ട് ബാക്കി 10ാം ക്ലാസ്സുകാർ കൂടെ മാച്ച് ചെയ്ത് നിർത്താൻ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈസി ആയിട്ട് ഞാൻ ഓൾട്ടർ ബോയ് തന്നെയായിട്ട് കണ്ടിന്യൂ ചെയ്തു പോയി. എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയത്ത്
നഴ്സിംഗ് കഴിഞ്ഞ സമയത്തൊക്കെ ബാക്കി പ്ലസ് ടുക്കാരെ അവിടെ കൂടുമ്പോഴൊക്കെ അവർക്കൊക്കെ മീശയൊക്കെ താടിയൊക്കെ മുളച്ച് വലിയ ചെക്കന്മാരായി. ബട്ട് സ്റ്റിൽ ഐ ആം എ യങ് ബോയ്. അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ 11 വർഷം ഓൾട്ടർ ബോയ് ആയിരുന്നു. ആ സമയത്തൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു അച്ഛനായ കൊള്ളാം. കാരണം നമ്മളിവിടെ ഓൾട്ടർ ബോയ് ആയിട്ട് നിൽക്കുന്നു, അച്ഛനെയാണ് നമ്മൾ നേരിട്ട് നോക്കുന്നത്, അച്ഛൻ ബലിയർപ്പിക്കുന്നത് നോക്കുന്നു, അച്ഛൻ്റെ എല്ലാ അങ്ഷൻസ് കാണുന്നു, അച്ഛൻ്റെ എല്ലാ കർമ്മവിധികളും കാര്യങ്ങളൊക്കെ പ്രാർത്ഥന ഒക്കെ കാണുന്നു. അപ്പോൾ നമുക്ക് ഏതൊരു ഓൾട്ടർ ബോയ്ക്കും തോന്നുന്നൊരു ചിന്തയാണത്, ആ സ്ഥാനത്ത് ഞാൻ നിന്നിരുന്നെങ്കിൽ എന്നൊരു തോട്ട്, ഒരു ഗ്ലാൻസ് പെട്ടെന്ന് ചിന്തിക്കാത്ത ഓൾട്ടർ ബോയ് ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതന്നെ മാച്ചു കളയും. അയ്യോ വേണ്ട വേണ്ട, നീ അച്ഛനൊന്നും ആവണ്ടെന്ന് പറഞ്ഞ് ഞാൻ തന്നെ ആ ചിന്തയൊക്കെ മാച്ചു കളയും. അതെന്തുകൊണ്ടാണ് മാച്ചു കളഞ്ഞത്? അത് അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ അടിച്ചു പൊളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ ബലി കഴിച്ചിട്ട് വേണ്ട പോവാൻ, അത് നമുക്ക് എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് മാച്ചു കളയും. അത് എനിക്ക് പറ്റി പറ്റില്ല, വേണ്ട വേണ്ട, നീ വേറെ ജോലിയൊക്കെ ചെയ്ത് വലിയ സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി നല്ല കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ് എന്നൊരു ധാരണ നമ്മുടെ തലപൊക്കി വരും. മറ്റത് പതുക്കെ ഡിമ്മായി പോവും. അങ്ങനെയായിരുന്നു. അതല്ല സീരിയസ് ആയിട്ടൊന്നും ഒരിക്കലും അച്ഛനാവണമെന്ന് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചെറിയൊരു ഫാൻറ്റസിക്ക് ഒരു തോട്ട് വന്നിട്ടില്ലെന്നല്ലാതെ. അപ്പം കൊച്ചു തെരേസയുടെ ആ ബുക്ക് വായിച്ചോടെയാണ് ആ ഒരു സ്പാർക്ക് വന്നത്. അതെ, കൊച്ചു തെരേസയുടെ പുസ്തകം വായിച്ചു. പിന്നെ അത് മാത്രമല്ല, ഞാൻ അമരയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് മരണങ്ങൾ കാണുകയാണ്. ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണ് കാത്ത് ലാബ്. അപ്പോൾ അവിടെ ഒരുപാട് ക്രാഷ് ആയിട്ടുള്ള പേഷ്യൻസിന് വരും. അവരൊക്കെ സർജറിയൊക്കെ ആക്ച്വലി 50-50 ആണ്. കിട്ടിയാൽ കിട്ടി, പോയേ പോയി. അപ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സ് പോലും ഹാർട്ട് ഡിസീസ് വന്ന് മരിക്കണം കാണുമ്പോൾ നമ്മളിങ്ങനെ ഈ മരിച്ച ആൾക്കാരുടെയൊക്കെ ആത്മാവ് എങ്ങോട്ട് പോകുന്നു, അഥവാ എന്താണ് എസ്കേപ്പ് ചെയ്യുന്നത് ഈ ബോഡിയിൽ നിന്ന്, അങ്ങനെയൊക്കെ ചിന്ത വരുന്നുണ്ട്. അപ്പോൾ സംതിങ് ഈസ് ലീവിങ് ദറ്റ് ബോഡി. അപ്പോഴാണ് ആത്മാവ്, ആത്മീയ ലോകം, അതിനെക്കുറിച്ചൊക്കെ കുറേ ചിന്ത വന്നത്. നൈമിഷികത ഈ ലോകത്തിൻ്റെ ഇത്രയേ ഉള്ളൂ. ഒരു ഫുട്ബോൾ കളിച്ച ഒരു പയ്യനെ എടുത്ത് 26 വയസ്സുള്ള ഒരു യുവാവിനെ മരിച്ചിട്ട് കൊണ്ടുവന്നെടുത്തേക്കാണ്, അറ്റാക്ക് വന്നിട്ട്. അപ്പോൾ ദൈവമേ, ഇത്രയേ ഉള്ളൂ നമ്മളൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു തോട്ടിന് വന്നിട്ടുണ്ട്. പിന്നെ അതിന് കൂടെ ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ACC കോഴ്സ് ഉണ്ട് തൃശ്ശൂർ അതിരൂപതയിൽ. +2 കഴിഞ്ഞാലും കാറ്റഗീസം കണ്ടിന്യൂ ചെയ്യും. സൺഡേ കാറ്റഗീസം ഉണ്ടല്ലോ, സൺഡേ കാറ്റഗീസം 12 കഴിഞ്ഞാലും 13, 14, 15 3 വർഷം കൂടി ഉണ്ട് ACC കോഴ്സ്. അതും ഞാൻ സൺഡേ വന്ന് അറ്റൻഡ് ചെയ്യായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് സഭയെക്കുറിച്ചുള്ള ചില പഠനങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ടൊരു ഫോക്കസ് പോയിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരൻ, ഈ പുസ്തകം സമ്മാനിച്ച കൂട്ടുകാരനുണ്ട് സിനോജ് നീലങ്കാവിൽ. അപ്പോൾ അവനുമായിട്ടുള്ള കുറേ സംഭാഷണങ്ങൾ. അപ്പോൾ അവനും ഇതുപോലെ ആത്മീയ ചിന്തയിലേക്ക് പതുക്കെ വന്നു. പതുക്കെ ചില ചാക്രിക ലേഖനങ്ങൾ, വിശുദ്ധരുടെ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് വായിക്കാനൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ അവനും ഞാനുമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ കുറേ എനിക്ക് ഉൾക്കാഴ്ച തന്നു. ഇപ്പോൾ സിനോജ് അച്ഛനാണ് കേട്ടോ. അച്ഛനാണ്. നമ്മുടെ തൃശ്ശൂർ പുത്തമ്പള്ളി ബസിലിക്കയിൽ കൊച്ചച്ഛനാണ്. അടുത്ത ആഴ്ച സിനോജിന് മാറ്റാണ്, അരമനയിലേക്കാണ്. ആൻഡ്രൂസ് പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് അവൻ മാറണത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ശരിക്കും അതൊരു സ്പിരിച്വൽ ഫ്രണ്ട്ഷിപ്പ് നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവന് തോന്നിയത് കൊണ്ടാണ് എനിക്ക് ആക്ച്വലി ആ ഒരു പുസ്തകം ഗിഫ്റ്റ് ചെയ്യുന്നതും ഞാനും കൂടി അത് വായിക്കുന്നതും ഞങ്ങൾ 2 പേരും ഒരുമിച്ച് സെമിനാരിൽ പോകുന്നതും. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ദൈവം തന്ന ഒരു ബ്ലെസ്സിങ്. അതെ, തീർച്ചയായിട്ടും ആ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബ്ലെസ്സിങ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വൈദികനായത്. അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മറ്റു വഴിക്ക് UK പോകേണ്ടതായിരുന്നു. മിക്കവാറും അവിടെ പോയി പിന്നെ വേറെ കരിയറായിരുന്നു. അപ്പം ഈ ബുക്ക് തന്ന സിനോജ് അച്ഛനല്ലേ, ആളിപ്പോൾ അച്ഛനാണ്. അപ്പം ആൾക്കാണോ ആദ്യം ആ ഒരു വൈദികനാകണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്? തീർച്ചയായിട്ടും. അതായത് സിനോജിന് തോന്നി ഇങ്ങനെ ഒരു അച്ഛനായ കൊള്ളാം എന്നൊരു തോന്നി. എന്നിട്ട് സിനോജ് കമ്മൻസി എന്ന് പറഞ്ഞൊരു ഓപ്ഷന് കപ്പൂച്ചിൻ ആശ്രമത്തിലേക്ക് ഒന്ന് പോയി. പക്ഷേ അവിടെ പോയിട്ട് അവന് നമ്മൾ പറഞ്ഞൊരു സ്പാർക്ക് ഉണ്ടല്ലോ, അത് കിട്ടിയില്ല. അതായത് ഒരു പോസിറ്റീവായിട്ടൊന്നും കിട്ടിയില്ല. ആഗ്രഹമുണ്ട് മനസ്സിൽ, പക്ഷേ ഇത് തന്നെയാണ് വിളി എന്നുള്ളൊരു ഉറപ്പൊന്നും കിട്ടിയില്ല. അപ്പോൾ അവൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു, വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു ഞാൻ പോകുന്നില്ല, കാരണം എനിക്ക് ഒരു ന്യൂട്രൽ പൊസിഷനിൽ ഞാൻ നിൽക്കണേ, ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് യെസ് എന്നൊരു മറുപടി എനിക്ക് കാണാനില്ല, അതുകൊണ്ട് പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ 2 പേര് കൂടി ഒരുമിച്ച് പോകുന്നത്. ആക്ച്വലി ചിന്തിച്ച് നോക്ക്, അവന് നേരത്തെ ദൈവവിളി ഉള്ളതാണ്. എന്നെ കൂടി നേടിയെടുക്കാൻ വേണ്ടി ദൈവം മനഃപൂർവ്വം അവന് 1 വർഷത്തെ ദൈവവിളി മറച്ചു വെച്ചു, 1 വർഷം കൂടി. ആ വർഷം എന്നെ കൂടിയും പരിവപ്പെടുത്തി എടുത്തു. അപ്പോൾ നെക്സ്റ്റ് ഇയർ 2 പേരായിട്ടാണ് പോകുന്നത്. ആദ്യത്തെ വർഷം പോയിരുന്നെങ്കിൽ ഞാൻ പിന്നെ എന്തായാലും അച്ഛനാവാൻ പോവില്ല, ഞങ്ങളുടെ കോൺവെർസേഷൻ സംഭാഷണങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ എനിക്ക് വേണ്ടി 1 വർഷം അവൻ്റെ ദൈവം ഇങ്ങനെ മാറ്റിക്കളഞ്ഞു എന്ന് പറയില്ല, അത് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു 1 വർഷം. അങ്ങനെ ഉണ്ടായത്. അപ്പോൾ അവനാണ് ആദ്യം ഉണ്ടായത് അങ്ങനെ ഒരു ചിന്ത. അച്ഛൻ ഇപ്പോൾ ഏത് ഇടവകയിലാണ് സേവനം ചെയ്യുന്നത്? ഇപ്പം ഞാൻ തൃശ്ശൂർ അതിരൂപതയുടെ സെൻറ്റ് ആൻ്റണീസ് ചർച്ച് അരിമ്പൂർ എന്ന് പറഞ്ഞ ഇടവകയിലാണ് സേവനം ചെയ്യുന്നത്.
കണ്ടശങ്കടവ് ഫൊറോനയിൽ പെടുന്ന ഒരു ഇടവകയാണ്. ഒരു വലിയൊരു പാരിഷാണ്. 1800 മേലെ കുടുംബങ്ങളുള്ള ഒരു വലിയൊരു ഇടവകയാണ്. എൻ്റെ വികാരിയച്ഛൻ ഫ്രാങ്കോ കവലക്കാട്ടച്ഛനാണ്. അപ്പോൾ അച്ഛൻ ഇവിടെ 2 വർഷം കഴിഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ 1 വർഷം പൂർത്തിയാക്കാൻ പോകുന്നു. അങ്ങനെ ഒരു ബൃഹത്തായ ഒരു ഇടവകയാണ്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അച്ഛൻ്റെ ഈ പറഞ്ഞ പോലെ ഡാൻസ് പഠിപ്പിക്കലും പിക്കപ്പ് ലൈൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതെ അതെ, എന്നെ എൻ്റെ ഇടവക്കാർക്ക് വലിയ ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ ഇതിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാത്തിനും. എൻ്റെ എല്ലാ കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടാലൻ്റ് ആയാലും അതൊക്കെ അവർ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന നല്ല നാട്ടുകാരാണ്. ഓക്കെ, ഇനി നമുക്ക് അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാം. അച്ഛൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ എനിക്ക് എൻ്റെ അപ്പച്ചൻ, പിന്നെ അമ്മ, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ ചേച്ചിക്ക് ചെറിയൊരു ഉണ്ണിയുണ്ട്. പക്ഷേ ചേച്ചി ഇപ്പോൾ കൂടുതലും എൻ്റെ വീട്ടിലാണ്, ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ഒരു ചെറിയ ഉണ്ണി കുറേ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഉണ്ണിയാണ്. ആ ഉണ്ണി ഇപ്പോൾ ഒരു പ്ലേ സ്കൂളിലേക്ക് പോകുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ശരിക്കും അപ്പച്ചൻ, അമ്മ, പിന്നെ ചേച്ചി, ഉണ്ണി. അളിയൻ ശരിക്കും വീക്കെൻഡ്സിൽ വരും. എറണാകുളത്താണ് അളിയൻ. അപ്പോൾ ആൾ വീക്കെൻഡ്സിൽ വന്ന് പോവും. അങ്ങനെയാണ്. അപ്പം നഴ്സിംഗ് കഴിഞ്ഞ് വലിയൊരു കരിയറായിരുന്നു മുന്നിൽ കിടക്കുന്നത്. അപ്പോഴാണ് അച്ഛനാവണം എന്നുള്ളൊരു കാര്യം വീട്ടിൽ അവതരിപ്പിക്കുന്നത്. അപ്പം തീർച്ചയായും നല്ലൊരു എതിർപ്പ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അതെങ്ങനെയാണ് അച്ഛൻ നേരിട്ടത്? വീട്ടിൽ ഞാൻ പറഞ്ഞപ്പോൾ ഞാനൊരു ദിവസം രാത്രി വീട്ടിൽ പറഞ്ഞു ഞാനിങ്ങനെ അച്ഛനാവാൻ പോവാന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് അവർ തമാശയാന്ന് വിചാരിച്ച് ചിരിച്ച് തള്ളി. പിറ്റേ ദിവസം കാലത്ത് ഇത് ഞാൻ വീണ്ടും ആവർത്തിച്ചു. എന്നിട്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി. ആ സമയത്ത് അമലയിൽ ഹോസ്റ്റലിൽ നിൽക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരണം, ഒന്ന് കലങ്ങി തെളിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മൂവ് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണത്. അപ്പോൾ അവരതല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച്, എൻ്റെ ഭാവി പഠനം കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് അച്ഛനാവാൻ പോകണമെന്ന്. അതും എനിക്ക് 23-ാമത്തെ വയസ്സാവുകയാണ്. ആ സമയത്താണ് ഞാനിങ്ങനെ പറയുന്നത്. ഒരിക്കലും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു വയലൻറ്റ് റിയാക്ഷൻ ഉണ്ടായത് ശരിക്കും. അമ്മയൊക്കെ ഭയങ്കരമായിട്ട് കരഞ്ഞ് തളർന്നു. അപ്പച്ചനാകെ മനസ്സ് കലങ്ങി. ചേച്ചിക്കാണെങ്കിൽ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനായി, ഭയങ്കര ദേഷ്യമായി ചേച്ചിക്ക്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫോൺ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞു. അതായത് ആൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടേ. അപ്പോൾ അങ്ങനെ 1 വർഷത്തോളം ചേച്ചി എന്നോട് സംസാരിക്കാതെ നടന്നു. സെമിനാരി കയറി, അതെ, 1 വർഷത്തോളം ഞാൻ സെമിനാരി കയറി. ഫോർ 1 ഇയർ ഷീ വാസ് സൈലൻറ്റ്. അതായത് എന്നോട് സംസാരിക്കുന്നില്ല. ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. ആക്ച്വലി ഞാൻ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്നെ ആരോ വലിച്ചുകൊണ്ട് പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ദൈവം ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ്, ഇങ്ങനെ പറക്കി കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ ഞാൻ തന്നെ ഇത് എവിടെയാണ്, എല്ലാ ദിവസവും ഇടയ്ക്ക് സെമിനാരിൽ ഫസ്റ്റ് ഇയറിൽ എണീക്കുമ്പോൾ ഞാൻ ഇത് എവിടെയാണ്, ഇത് സെമിനാരിയാണ്, ഹോസ്പിറ്റലല്ലേ എന്ന് ചിന്തിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് വീട്ടുകാർക്കുണ്ടായിരുന്നു. പിന്നെ അമ്മ ഏതൊരു സ്വപ്നം കണ്ട് പിന്നെ അപ്പച്ചനോട് പറയാണ്, പുലർച്ചെ 2 മണിക്കാണ് വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഇനി അവനെ വിട്ടോ പൊക്കോട്ടെ എന്ന് പറയാണ്. അപ്പോൾ അതെന്താ സ്വപ്നം എന്ന് സ്റ്റിൽ ഐ ഡോണ്ട് നോ. എന്തോ കണ്ടിട്ടുണ്ട് പുള്ളി. അപ്പോൾ അങ്ങനെ കണ്ട് അങ്ങനെ അനുവാദം തന്നതാണ്. ഒരു പൂർണ്ണ മനസ്സോടെ അല്ല, വിഷമിച്ചിട്ടൊക്കെയാണ് അവർ അങ്ങനെ എന്നെ അനുവദിച്ചത്. അവരുടെ ആ ഒരു വിഷമം കണ്ടപ്പോൾ അച്ഛന് തോന്നിയോ പിൻവാങ്ങാം വേണ്ട? ഞാൻ ഇപ്പം അങ്ങനെ ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്തത്. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഐ വാസ് ഗൈഡഡ് ബൈ ഹോളി സ്പിരിറ്റ് ദാറ്റ് ടൈം. അതല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, അതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. അപ്പൻ്റെ അമ്മയുടെ ഇത്രയും സങ്കടം കണ്ട്, അതും എൻ്റെ അപ്പന് ചേട്ടനനിയന്മാരില്ല. ഒരു ചേട്ടനുണ്ടായിരുന്നു, 33 വയസ്സിൽ മരിച്ചുപോയി, മക്കളില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അപ്പനിപ്പോൾ ചേട്ടനനിയന്മാരില്ല. അപ്പോൾ ആ ഒരു ഫാമിലി അവിടെ സ്റ്റോപ്പായി പോവാണേ. ആൺമക്കൾ അപ്പച്ചന് വേറെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ അച്ഛനായി കഴിഞ്ഞാൽ എനിക്ക് തലമുറ ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു ലീനിയേജ് കഴിഞ്ഞു. അവിടെ ആ ഒരു തറവാട് ഇങ്ങനെ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ അപ്പച്ചന് ഭയങ്കര സങ്കടം. അതോർത്തിട്ട് മാത്രമല്ല, ആകെ ഒരാളുള്ളൂ, അവൻ പോലും ഇങ്ങനെ പോവാന്ന് ഭയങ്കര സങ്കടം. പക്ഷേ എങ്ങനെയോ ആ സങ്കടത്തെ ദൈവം മറച്ചു വെക്കുക എന്ന് പറയില്ലേ. എൻ്റെ ഓറിയൻറ്റേഷൻ ആ സമയത്ത് കംപ്ലീറ്റ് യൂണിയൻ വിത്ത് ഗോഡ്. ദൈവം, എൻ്റെ ചിന്തയിൽ മൊത്തം ദൈവം, കർത്താവ്, ദൈവത്തിൻ്റെ പരിപാലന, അല്ലെങ്കിൽ ദൈവം, എല്ലാത്തിനും ഒരു സോഴ്സ് ദൈവം. ആ ദൈവത്തെക്കുറിച്ചുള്ള ദൈവിക ചിന്ത മാത്രം ആ സമയത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ളതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ഓർക്കുമ്പോഴാണ് എന്ത് ക്രൂരനായിരുന്നു ഞാൻ എന്ന് ചിന്തിക്കുന്നത്. ആ സമയത്ത് ഇവരുടെ ഈ ഒരു കരച്ചിലും മുറവിളിയും ഒന്നും ശ്രദ്ധിക്കാതെ ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി പോരുമ്പോൾ നീ എന്ത് കല്ലായിരുന്നു ഹൃദയം എൻ്റെ എന്നൊക്കെ ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. അത് ആ സമയത്ത് ദൈവം അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് തരണതാണ്. അത് തന്നു, അതങ്ങനെ കടന്നുപോയി.